Welcome to School to IIM Target IPMAT JIPMAT 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വെർബൽ എബിലിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 70 to 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ കൊടുക്കുന്ന വേർഡ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഫില്ല് ചെയ്യുക ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യുക സെൻറ്റൻസ്. അപ്പം ആദ്യം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മനിദീപ് ഡാഷ് ഇൻ കേരള ഫോർ 4 years when his parents came to visit. ഹാഡ് ബീൻ ലീവിങ് ആണോ, ഹാഡ് ലീവ് ആണോ, ഹാസ് ലീവ് ആണോ, ഹാസ് ലീവിങ് ആണോ? അപ്പോൾ പാരൻസ് വിസിറ്റ് ചെയ്ത സമയത്ത് എന്താണ് ഒരു 4 years മനിദീപ് അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ടെൻസ് വരാം? ഇവിടെ ആക്ച്വലി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരേണ്ടത് ടെൻസ്. അപ്പം ഏതാണ് അപ്പോൾ വരിക? ഹാഡ് ബീൻ ലീവിങ് ആണ്. ഓക്കെ, Manideep had been living in Kerala for 4 years when his parents came to visit. അടുത്തത് dolphins are dash humans and are able to understand and talk among themselves with a particular sound. Intelligent, more intelligent, most intelligent, as intelligent as. എന്താണ്? ഡോൾഫിൻസ് ആർ ഇൻ്റലിജൻറ്റ് ഹ്യൂമൻസ് ആണോ? അല്ലല്ലോ, എന്തായാലും അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഡോൾഫിൻസ് ആർ മോർ ഇൻ്റലിജൻറ്റ് ഹ്യൂമൻസ്, മോസ്റ്റ് ഇൻ്റലിജൻറ്റ് വരില്ല. ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ധ്യാനം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കായിരുന്നു. പക്ഷെ എന്താണ്, അങ്ങനെ ഒരു ടെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും മാച്ച് അല്ല. അപ്പോൾ ഏതാണ്? ഡോൾഫിൻസ് ആർ ആസ് ഇൻ്റലിജൻറ്റ് ആസ് ഹ്യൂമൻസ് ആൻഡ് ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടോക്ക് എമംഗ് ദംസെൽഫ് വിത്ത് എ പെർട്ടിക്കുലർ സൗണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. The tradition of having yogurt and sugar before leaving home has been dashed from father to son. Handed up, handed down, handed, told. ഏതാണ് ഇവിടെ വരിക? അതായത് ഒരു കൈമാറി എന്നുള്ളത് ഒരു ട്രഡീഷൻ ഉണ്ട്. എവിടെയെങ്കിലും വീടിൽ നിന്ന് പോകുമ്പം യോഗേർട്ടും ഷുഗറും വെച്ച് കൊടുക്കുന്നതിന് അത് ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് ആ ഒരു ട്രഡീഷൻ കൈമാറി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയ ഹാൻഡഡ് ഡൗൺ എന്നാണ്. I write dash my sister every month. I write in ആണോ, I write off, I write to, I write at. എന്താണ്? എല്ലാ മാസവും സിസ്റ്ററിനെ എഴുതും. ആർക്ക്? സിസ്റ്ററിനാണ് അല്ലേ? അപ്പോൾ എന്താണ് വേണ്ടത്? ആർക്ക് എന്നുള്ള ടു ആണ് ഇവിടെ വരേണ്ടത്. നമ്മൾ സിസ്റ്ററിനെ എഴുതും എന്ന് പറയുന്നതുകൊണ്ട്. ഓക്കെ, ഓപ്ഷൻ സി. അടുത്തത് ദ കമ്പനി ഇൻ ഓർഡർ ടു മേക്ക് അപ്പ് ഫോർ ഇറ്റ്സ് ലോസ് ഹാഡ് ടു ലേ ഓഫ് മെനി വർക്കേഴ്സ് ആണോ, ലേ ഓഫ് ആണോ, ലേ ടു ആണോ, ലേ അറ്റ് ആണോ? ഇവിടെ വരേണ്ടത് എന്താണ്? ഓപ്ഷൻ എ, ലേ ഓഫ്. അടുത്തത് കോക്കനട്ട് വാട്ടർ ഇസ് ദ ഡാഷ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത്. പ്യുവർ, പ്യുവറർ, പ്യുവറസ്റ്റ്, ആസ് പ്യുവർ ആസ്. കോക്കനട്ട് വാട്ടറിനത് സ്റ്റേറ്റ് ചെയ്യാണ് ഏറ്റവും എന്താണ് ഭയങ്കരമായിട്ട് ഹൈജീനിക് ആണ്, ഭയങ്കര പ്യുവർ ആണെന്ന് കാണിക്കുകയാണ്. അതായത് വളരെ ജസ്റ്റ് ഒരു നമ്മൾ പ്യുവർ എന്നുള്ള രീതിയിലല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഏതായിരിക്കണം? പ്യുവർ ആവണോ, പ്യുവറർ ആണോ, പ്യുവറസ്റ്റ് ആണോ, ആസ് പ്യുവറർ ആസ് ആണോ? പ്യുവറസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മൾ കുറച്ചും കൂടി ഇവിടെ ആപ്റ്റ് ആയിരിക്കാം. നമ്മളിപ്പം ബെസ്റ്റ് എന്നൊക്കെ പറയാറില്ല, ഭയങ്കരമായിട്ട് ഏറ്റവും ടോപ്പിലുള്ള രീതിയിൽ എന്ന് പറയുന്നത്. അതുപോലെ വളരെ സാധാരണതിനേക്കാളും ഭയങ്കര മികച്ചതാന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണ്? പ്യുവറസ്റ്റ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത് എന്നാണ് വരുന്നത്. ഇനിയുള്ളത് 82 മുതൽ 86 വരെ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാണ്. ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ 82-ൽ 9 years is perhaps too short a time for deep wounds to heal, but it is enough time to begin to introspect. However, going by the polarized views around the anniversary of the end of Sri Lanka's civil war, there are few signs of that. For the Tamils who gathered in Mullaitivu district in the northern province, it was a day to remember loved ones killed in those savage final days of the war that ended on May 18, 2009. ഇനിയുള്ള ബ്ലാങ്ക് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഓപ്ഷൻ എയിൽ ഈവൻ ദിസ് ഇയർ നാഷണൽ ലീഡേഴ്സ് saluted the soldiers for their sacrifice while offering nothing but silence to the civilians who were caught in the conflict. B, the two disparate narratives of trauma and triumph can never meet, and in such a context the chances of fruitfully negotiating this hard-won peace will remain slim. Time will only make it harder for the two communities to resolve the ethnic division that has outlived the war. And the Southerns inherits political leadership, on the other hand, makes it a point to celebrate war heroes around the same time hailing their efforts to bring peace. അപ്പം ഇവിടെ ശ്രീലങ്ക സിവിൽ വാറിനെയൊക്കെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫോർ ദ തമിഴ്സ് ഹു ഗ്യാതേർഡ്, തമിഴ്സിനെ പറ്റി പറയുകയാണ്. അവർക്ക് എന്താണ് ഈ ഒരു ദിവസം ലവ്ഡ് വൺസ് ഇതൊരു റിമെമ്പറൻസ് പോലെ അവിടെ അതാണ് അവരുടെ ഉള്ളത്.
പിന്നെ ഇനി നെക്സ്റ്റ് ഇവിടെ കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് പിന്നെ പറയുന്നത് ഇവരെ കാര്യം പറഞ്ഞ് അറ്റ് ദ സെയിം ടൈം അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരെന്താണ് ഈ ഒരു ദിവസം ചെയ്യുന്നതെന്നും കൂടി നമ്മുടെ ഓപ്ഷൻസിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്, ഓപ്ഷൻ ഡി. അടുത്തത് the audiences for crosswords and Sudoku understandably overlap greatly, but there are differences too. A crossword attracts a more literary person while Sudoku appeals to a keenly logical mind. Some crossword enthusiasts turn up their noses at Sudoku because they feel it lacks depth. A good crossword requires vocabulary, knowledge, mental flexibility, and sometimes even a sense of humor to complete. It touches numerous areas of life and provides an aha or two along the way. എന്താണ് അപ്പം ഇനി വരേണ്ടത് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സുഡോക്കു ഓൺ ദ അതർ ഹാൻഡ് ഇസ് ജസ്റ്റ് എ ലോജിക്കൽ എക്സസൈസ്, ഈച്ച് വൺ സിമിലർ ടു ദ ലാസ്റ്റ്. Sudoku incidentally is growing faster in popularity than crosswords even among the literate. Sudoku on the other hand can be attempted and enjoyed even by children. Sudoku however is not an exciting in any sense of the term. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വരും? ഇവിടെ ആദ്യം ക്രോസ്വേർഡ്സിനും സുഡോക്കുവിനെ പറ്റി പറയുന്നു. ക്രോസ്വേർഡ്സ് എന്തിനായിരിക്കും, സുഡോക്കു കൂടുതൽ എന്തിനായിരിക്കും? അപ്പം ചില ക്രോസ്വേർഡ് എന്തൂസിയാസ്റ്റിക്കിന് വലിയ സുഡോക്കു ഇഷ്ടമല്ല. ഗുഡ് ക്രോസ്വേർഡിന് എന്തൊക്കെ വേണം അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ സുഡോക്കുവിനെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്, 4 ഓപ്ഷനിൽ സുഡോക്കു തന്നെയാണ് പറയുന്നത്. അപ്പം ഇനി അതിൻ്റെ ഒരു ഫീച്ചർ ആയിരിക്കണം പറയേണ്ടത്. അപ്പം അങ്ങനെ വരുന്നത് കുറേ നെഗറ്റീവ്സ് പറയുന്നതും ഉണ്ട്. അപ്പം പിന്നെ അപ്പം ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതെന്ന് വെച്ചാൽ സുഡോക്കു ഓൺ ദ അതർ ഹാൻഡ് ഇസ് ജസ്റ്റ് എ ലോജിക്കൽ എക്സസൈസ്, ഈച്ച് വൺ സിമിലർ ടു ദ ലാസ്റ്റ് എന്നാണ്. അടുത്തത് with the direction of global headwinds remaining uncertain, growth in government spending budgeted to be lower this year compared to last year and private investment virtually absent, the lowering GDP numbers should serve as a reality check. Dash, while the government has vigorously underlined its reform achievements of the last 3 years, such as a goods and services tax that rolls out in July, a mission mode reforms reboot is urgently needed, and that can only begin if the problem is suitably acknowledged by policy makers. Option A il varunathu, while lower inflation and growth may soften the RBI's outlook, there is little that monetary policy alone can do at this juncture to revive animal spirits. B, returning to the 8% growth mark is going to be a big challenge. C, in fact the only reason the 7.1 estimates has held up is because growth for the previous quarters was revised upwards. And in D, private consumption grew at the slowest pace in 5 quarters even as construction and manufacturing activities dipped sharply. ഇതിൽ ഏതായിരിക്കും? ആദ്യം with the direction of global headwinds remaining uncertain, growth in government spending budgeted to be lower this year compared to last year and private investment virtually absent, the lowering GDP numbers should serve as a reality check. പിന്നെ വരേണ്ടത് returning to the 8% growth mark is going to be a big challenge എന്നാണ്. ഓക്കെ, അടുത്തത് any incremental spending focus should shift to the construction sector, rural housing and infrastructure. Dash, even with a lower share in GDP, it employs more workers than manufacturing. Option A, in addition the labor force used in construction is largely unskilled or semi-skilled. B, higher allocation of steps to boost this sector are needed as it is likely to absorb labor after agriculture. Next, this is a key characteristics of the rural labor force. D, these measures will make good economic and political sense. Any incremental spending focus should shift to the construction sector, rural housing and infrastructure. അപ്പോൾ ഇവിടെ ഏതാണ് വരാൻ പറ്റുക? ഇവിടെ കറക്റ്റായിട്ട് വരിക higher allocation and steps to boost this sector are needed as it is likeliest to absorb labor after agriculture even with a lower share in GDP. It employs more workers than manufacturing എന്നാണ്. The next question, the US currently gives an impression of being at war with itself. This stems from a series of charges and counter charges levied against President Donald Trump and his advisors, including that of collusion with the Russians who are accused of meddling with the presidential election. Dash, meanwhile the kaleidoscopic nature of the changes taking place in the top echelons of the new administration is hardly helping matters. The peremptory actions of the president, such as the dismissal of Federal Bureau of Investigation Director James Comey, has only aggravated the situation. Almost every step taken by the new administration is leading to partisan rows. ഇവിടെ വരേണ്ടത് ഓപ്ഷൻ എ ആയിട്ടുള്ള one of the principal charges against members of the Trump team is that
they maintained improper contact with Russian diplomats ആണോ? The media and intelligence agencies are far from impartial in their behavior. Several probes have already been launched in this connection. Barack Obama, Mr. Trump's predecessor, is by contrast credited currently with many more virtues than at any time when he was in office. The US currently gives an impression of being at war with itself. This stems from a series of charges and counter charges against President Donald Trump and his advisors. അതിൻ്റെ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ ഒരു കറക്റ്റായിട്ട് വരാം, ഇവിടെ കൂടുതൽ ആപ്റ്റായിട്ട് വരാം. സെവറൽ പ്രോബ്സ് ഹാവ് ബീൻ ഓൾറെഡി ലോഞ്ച്. ഈ ഒരു കണക്ഷൻ വെച്ചിട്ട്, അതായത് ഇവിടെ ഡൊണാൾഡ് ട്രംപും ഇതിൻ്റെ മേളിൽ എന്താണ് അവരെ അഡ്വൈസേഴ്സും റഷ്യൻസും ആയിട്ടുള്ളൊരു കണക്ഷനെ പറ്റിയിട്ട് ഓൾറെഡി കുറേ ചാർജസ്, കുറേ ഇങ്ങനെ ആരോപണങ്ങളുണ്ട്. അപ്പം നെക്സ്റ്റ് സെൻറ്റൻസ് ഏതായിരിക്കും ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്? അപ്പം ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ ഓൾറെഡി എന്താണ് ലോഞ്ച് ആയിട്ടുണ്ടെന്നാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക, ഏതാണ് ലെവൽ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റൻസീവ് ലെവൽ കോച്ചിങ് ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ IPMAT JIPMAT ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടു IIM ജോയിൻ ചെയ്യാം. സ്കൂൾ ടു IIM നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ട്. എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസും, ഡൗട്ട് ക്ലിയറിംഗ് മെക്കാനിസം, മെൻറ്റർഷിപ്പ്, പ്രോബ്ലം സോൾവിങ് ക്ലാസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, പ്രാക്ടീസ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.